ആദ്യം തന്നെ വെറും 3 പേരെ വെച്ചിട്ട് ഈ പടം ഓടിച്ച കോട്ടയം ധന്യ രമ്യ തിയേറ്ററിന് ഒരു വലിയ താങ്ക്സ് പറയുന്നു. സത്യം പറഞ്ഞാൽ ഭാഗ്യം കൊണ്ടാണ് ഈ പടം കാണാൻ പറ്റിയെന്ന് പറയാം. ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയത് മാത്രമാണ് ഷോ നടക്കുമെന്ന്. എന്തായാലും ഷോ നടന്നു. മായാസഭ തുമ്പാട് എന്ന നിരൂപക പ്രശംസ നേടിയ സിനിമയ്ക്ക് ശേഷം അതിന്റെ സംവിധായകനായ രാഹി അനിൽ ബാർവെ രണ്ടാമതായിട്ട് സംവിധാനം ചെയ്ത സിനിമയാണ്. ജാവേദ് ജാഫ്രി, വീണ ജങ്കാർ, മുഹമ്മദ് സമ്മദ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ വന്ന ഈ ഹിന്ദി സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഒരു ഉപേക്ഷിക്കപ്പെട്ട തിയേറ്ററിൽ താമസിക്കുന്ന ഒരു പഴയകാല സിനിമ നിർമ്മാതാവും അയാളുടെ മകനും ആ തിയേറ്ററിനുള്ളിൽ ഒരു വലിയ നിഗൂഢതയുണ്ട്. അതെന്താണെന്നുള്ളതാണ് മായാസഭ എന്ന സിനിമ പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു വെർത്ത് വാച്ച് ആയിട്ടുള്ള നല്ലൊരു പടമാണ് മായാസഭ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഈ സിനിമയ്ക്ക് ഒരു ചെറിയ ഹൈപ്പ് വന്നത് എന്താണെന്ന് വെച്ചാൽ തുമ്പാട് എന്ന സിനിമയുടെ സംവിധായകൻ രാഹി അനിൽ ബാർവെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പടം എന്ന നിലയ്ക്കാണ്. പക്ഷെ നിങ്ങൾ ഒരു തുമ്പാട് പ്രതീക്ഷിച്ച് പടം കാണാൻ പോയാൽ നിരാശയായിരിക്കും ഫലം. അത്രയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ഒരു സിനിമയൊന്നും അല്ല, ഒരു ടൈപ്പ് പടവേ അല്ല. ഹൊററോ അല്ലെങ്കിൽ വൻ ത്രില്ലറോ അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. ഒരു രാത്രി ഒരു ഒഴിഞ്ഞ തിയേറ്ററിനുള്ളിൽ നടക്കുന്ന ഒരു ചെറിയ സംഭവം, ഒരു കൈൻഡ് ഓഫ് ഫെസ്റ്റിവൽ ടൈപ്പ് പടമാണെന്ന് പറയാം, അല്ലെങ്കിൽ അവാർഡ് പടം എന്ന് പറയാവുന്ന ടൈപ്പ് സിനിമയാണ്. ഒരു ചെറിയ കാര്യം കൊണ്ട് ഒരു മിസ്റ്ററി ഇതിലുണ്ട്, ഒരു ത്രില്ലിംഗ് എലമെന്റ് ഉണ്ട് എന്ന് മാത്രം. അതുപോലെ കഥയിലെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉള്ളത് അതങ്ങനെ വലിയൊരു സംഭവമായിട്ടോ അത്രയ്ക്ക് വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇതിന്റെ ബാക്ക് സ്റ്റോറി ഒക്കെ ഒരു ഡയലോഗ്സിലൂടെയാണ് പറയുന്നത്. ഇവര് അപ്പോഴത്തെ കഥയൊക്കെ നമ്മൾ തന്നെ ഇമാജിൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഒന്നും പടത്തിലില്ല. കഥ നടക്കുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലൊക്കെ ആണെങ്കിലും കണ്ടാൽ ഒരു ഡിസ്റ്റോപ്പിയൻ ഫ്യൂച്ചർ എന്ന ഫീലാണ് നമുക്ക് തോന്നുക. ഇതിൽ ഒരു തിയേറ്റർ ഉണ്ട്, സിനിമയുടെ ടൈറ്റിൽ തന്നെ ആ തിയേറ്ററിന്റെ പേരാണ്. അതൊരു കഥാപാത്രമായിട്ട് തന്നെ പടത്തിൽ ഇങ്ങനെ നിലകൊള്ളുന്നുമുണ്ട്. കഥയിൽ ആകെ വേറെ 4 ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. അതിൽ പെർഫോമൻസിൽ എടുത്തു പറയേണ്ടത് ഇതിലെ വിചിത്രമായ സ്വഭാവമുള്ള പഴയ സിനിമാ നിർമ്മാതാവായിട്ട് അഭിനയിച്ച പരമേശ്വർ ഖന്ന എന്ന പേരുള്ള ക്യാരക്ടറിൽ വരുന്ന ജാവേദ് ജാഫ്രിയുടെ പെർഫോമൻസ് ആണ്. ആ ഒരു ഒറ്റപ്പെട്ട തിയേറ്ററിലെ കിരീടം വെക്കാത്ത രാജാവാണ് അദ്ദേഹം എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി കിടുവായിരുന്നു. അതുപോലെ പുള്ളിയുടെ മകനായിട്ട് വരുന്നത് മുഹമ്മദ് സമ്മദ് ആണ്. തുമ്പാടിൽ ബാലതാരമായിട്ട് അഭിനയിച്ച നടനാണ്. ഈ സിനിമയിൽ നമുക്കൊരു അനുകമ്പ തോന്നുന്ന ഒരു കഥാപാത്രമാണ് ആ പയ്യന്റേത്. നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വെള്ളത്തിൽ കിടക്കുന്ന മീനാണ് വെള്ളം അവസാനം തിരിച്ചറിയുന്നത് എന്ന് ഈ പടത്തിന്റെ ഒരു ടാഗ് ലൈൻ ഉണ്ട്. ഇതിലൊരു മെയിൻ ഡയലോഗുമാണ്. സത്യത്തിൽ ഈ പടത്തിൽ ആ പയ്യനാണ് ആ മീൻ എന്ന് പറയാം. വീണ ജംകാർ എന്ന നടിയുടേതാണ് പടത്തിലെ മറ്റൊരു മികച്ച പെർഫോമൻസ് ഉള്ളത്. സീനത്ത് എന്ന ക്യാരക്ടറാണ് പുള്ളിക്കാരി ചെയ്തിരിക്കുന്നത്. തുമ്പാടിലുള്ള ദീപക് ഡംലെയാണ് വീണയുടെ കൂടെയുള്ള അവളുടെ സഹോദരനായിട്ട് വരുന്നത്. ഇവർ രണ്ടുപേരുമാണ് തിയേറ്ററിൽ പുറത്തുനിന്ന് വരുന്ന 2 കഥാപാത്രങ്ങൾ. എല്ലാവരുടെയും നല്ല പെർഫോമൻസ് ആണ് പടത്തിലുള്ളത്. കുൽദീപ് മമാനിയ, നൂതൻ നാഗരാജ എന്നിവർ ചേർന്നാണ് ഇതിന്റെ ക്യാമറ നിർവഹിച്ചിട്ടുള്ളത്. ആസിഫ് ഭട്ടാനാണ് ഇതിന്റെ എഡിറ്റിംഗ്. നല്ല വിഷ്വലുകളാണ് പടത്തിലുള്ളത്. പടം മൊത്തം തിയേറ്ററിനുള്ളിലെ ഡിം ലൈറ്റിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സൈഡിൽ നിന്നൊക്കെ വരുന്ന ആ ഒരു മഞ്ഞ ലൈറ്റ്, പിന്നെ മൊത്തത്തിൽ പടത്തിൽ ഒരു പുകമയമാണെന്ന് പറയാം. അത് വെച്ചിട്ട് ഈ 1.25 മണിക്കൂർ നമ്മളെ ഒരു തിയേറ്ററിനുള്ളിൽ അടച്ചിരുത്തുക എന്നുള്ളത് നിസ്സാരമായിട്ടുള്ളൊരു പണിയല്ല. പക്ഷെ എന്ന് വെച്ച് നമുക്ക് അങ്ങനെ വലുതായിട്ട് ബോറായിട്ടൊന്നും ഫീൽ ചെയ്യത്തുമില്ല. അനാവശ്യമായിട്ടുള്ള ഒന്നും തന്നെ പടത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. സോ എഡിറ്റിംഗ് ഒക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഇതിന്റെ കളർ ടോണും മികച്ചതാണ്. സാഗർ ദേശായി ആണ് മ്യൂസിക്. പാട്ടൊന്നുമില്ല, സ്കോർ മാത്രമേ ഉള്ളൂ. സൗണ്ട് ഡിസൈൻ നല്ലതാണ്. ഈ ഒരു ഒഴിഞ്ഞ തിയേറ്ററിന്റെ സെറ്റ് ചെയ്ത ഒരു ആർട്ട് ഡയറക്ഷനും എടുത്തു തന്നെ പറയണം. സോ ടെക്നിക്കലി പടം നൈസ് ആണ്. ഇതിലൊരു മിസ്റ്ററി ഉള്ളത് എനിക്ക് പേഴ്സണലി ഈസി ആയിട്ട് പ്രഡിക്റ്റബിൾ ആയിരുന്നു. വളരെ സാധാരണമായിട്ടുള്ള അത്യാവശ്യം ത്രില്ലർ പടങ്ങളൊക്കെ കാണുന്ന ആൾക്കാർക്ക് ഈസി ആയിട്ട് തന്നെ ഇത് ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായി പോയി. അത് എനിക്ക് ഒരു നിരാശയായിരുന്നു. ഒരുപക്ഷെ ഇത്രയും പഴക്കമുള്ള ഒരു പടമായതുകൊണ്ടാവാം എന്നും സംശയമുണ്ട്. പിന്നെ ഈ പടം എല്ലാവർക്കും പറ്റിയ ചായ അല്ല എന്നുള്ളതാണ് സത്യം. മാസ് ഓഡിയൻസിന് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ ഫാസ്റ്റ് പേസ്ഡ് ആക്ഷൻ ടൈപ്പ് സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ പടം ദഹിക്കാൻ കുറച്ച് പാടാണ്. കുറച്ച് പതിഞ്ഞ താളത്തിൽ പോകുന്ന ഒരു പടമാണ്. അതുകൊണ്ട് കാണാൻ അല്പം ക്ഷമ വേണമെന്ന് തന്നെ പറയാം. തുമ്പാട് സിനിമ റിലീസായപ്പോൾ പൊട്ടിപ്പോയതാണ്. ആരും തിയേറ്ററിൽ പോയി കണ്ടില്ലായിരുന്നു ആ പടം. അതിന്റെ ഡയറക്ടറുടെ രണ്ടാമത്തെ പടമാണെങ്കിൽ പോലും ഈ സിനിമ കാണാനും ആരും തിയേറ്ററിൽ വരുന്നില്ല എന്നുള്ളതാണ് സത്യം. ബിക്കോസ് ഇതൊരു മാസ് ആക്ഷൻ ടൈപ്പ് പടമൊന്നും അല്ല. പിന്നെ ഈ പടം തുമ്പാടിന്റെ റിലീസ് കഴിഞ്ഞതിന് ശേഷം 2018 തന്നെ എങ്ങാണ്ട് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ആയതാണെന്നാണ് ഞാൻ എവിടെയോ വായിച്ചത്. ഇത്രയും വർഷം ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കായിരുന്നു അത്രേ. അതിനും മാത്രം എന്തായിരുന്നു ഈ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എന്ന് എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഈ കളർ ഗ്രേഡിങ്ങും ഒക്കെ അല്ലെങ്കിൽ ചെറിയ ഗ്രാഫിക്സിനൊക്കെയാണ് ഇത്രയും കാലം എടുത്തത് എന്നെനിക്ക് ഒരു ഡൗട്ട് തോന്നി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലോക ടീമിനെയൊക്കെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ലല്ലോ. സോ മൊത്തത്തിൽ ഒരു ഗുഡ് വാച്ച് എന്ന് പറയുന്ന സിനിമയാണ് മായാസഭ. പക്ഷെ എല്ലാവർക്കും പറ്റിയ പടമല്ല. തുമ്പാടൊക്കെ പ്രതീക്ഷിച്ച് നിങ്ങൾ ഇത് കാണാനും പോകരുത്. വേറൊരു ടൈപ്പ് ടോട്ടലി ഡിഫറെന്റ് പടമാണ്. കുറച്ച് ക്ലാസ് സ്റ്റൈലൊക്കെ ഒരുക്കിയ സിനിമയാണ്. പക്ഷെ അത്ര ബോറിംഗ് ഒന്നും അല്ല, അത്യാവശ്യം ത്രില്ലിംഗ് ഒക്കെയാണ്. മിക്കവാറും ഇത് OTT ഇറങ്ങി കഴിയുമ്പോൾ കൂടുതൽ ചർച്ചയാവാനുള്ള സാധ്യത ഉണ്ട്. പടം നിങ്ങൾക്ക് ഇപ്പോൾ തിയേറ്ററിലാണ് കാണാൻ പറ്റുന്നത്. 1 മണിക്കൂർ 40 മിനിറ്റ് അങ്ങോട്ട് മാത്രമേ ഇതിന്റെ റൺ ടൈം ഉള്ളൂ. ഞാൻ കണ്ട തിയേറ്ററിൽ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ടായിരുന്നു. 18+ ആണ് പടം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ കുട്ടികൾക്കുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാ.